ഹലോ ഗൈസ്, ഇതും ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. നമ്മൾ ട്രിവാൻഡ്രത്തുള്ള പോത്തീസിൽ ആടീസിയിൽ നടപ്പുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തുള്ള ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. വർഷത്തിലൊരിക്കൽ വരുന്ന അവരുടെ ആടീസിയിൽ ഭയങ്കര ഫേമസ് ആണ്. നല്ല അടിപൊളി ഓഫേഴ്സ് ഉണ്ട്. സാരി, സ്യൂട്ട് മെറ്റീരിയൽസ് എല്ലാം അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ കുറേ സാരീസൊക്കെ ട്രൈ ചെയ്തു. താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിരുന്നു സാരീസൊക്കെ. ഈ ബ്ലൂ സാരിക്ക് എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഞാൻ അന്ന് ഒരു സാരിയും എടുത്തില്ലായിരുന്നു. അത് ഭയങ്കര ആൾക്കാർ തിരക്കൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ പോയി ധാവണി സെറ്റ് ഇതെല്ലാം ട്രൈ ചെയ്തു. പിന്നെ കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് നോക്കി, അത് കുറച്ച് വാങ്ങിച്ചു. പിന്നെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. നമുക്ക് അപ്പോൾ കൂപ്പൺ കിട്ടിയായിരുന്നു. പക്ഷേ ആ കൂപ്പൺ അന്ന് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അവർക്കൊരു മിഡ് നൈറ്റ് സെയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാമതും പോയ വീഡിയോ ആണിത്. മിഡ് നൈറ്റ് സെയിലിന് ഓഗസ്റ്റ് 1 തൊട്ട് അവർക്ക് ആ കൂപ്പൺ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയപ്പം പക്ഷേ അന്ന് സാരിയൊന്നും വലിയ ഇതുണ്ടായിരുന്നില്ല, ഡ്രസ്സ് വലിയ സെലക്ഷനൊന്നും ഉണ്ടായില്ല. പക്ഷേ ആൻറ്റിമാർക്കും ചേച്ചിമാർക്കൊക്കെ പറ്റിയ തരത്തിലുള്ള കിച്ചൺ അങ്ങനത്തെ സാധനങ്ങൾ, വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. സാരീസ് സെക്ഷനിൽ ഞാൻ പോയി സാരി നോക്കാനായിട്ട്, പക്ഷേ ഒന്നും എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ പോത്തീസിലെ കാഷ്വൽ ഡ്രസ്സുകളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഒരു തമിഴ്നാട് സ്റ്റൈൽ വരും, അത്ര വലിയ കളക്ഷൻ അവർക്കില്ല. അവർക്ക് ഏറ്റവും ബെസ്റ്റ് എനിക്കൊന്നു സാരിയും ചുരിദാർ മെറ്റീരിയൽസും അതൊക്കെയാണ്. പിന്നെ ഈ കുട്ടികളുടെ ധാവണിയല്ല, പട്ടുപാവാട, അത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ചഡ് സാരീസ് ഉണ്ടായിരുന്നു, കുഞ്ഞു മക്കൾക്കായിട്ടുള്ളത്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ലേസ് മേടിച്ചു, എൻ്റെ ബ്ലൗസിൽ വയ്ക്കാനുള്ള ലേസ് മേടിച്ചായിരുന്നു, ഈ സ്റ്റോൺ വർക്ക് വരുന്നത്. അവിടെയും വലിയ കളക്ഷനില്ല, കാരണം എല്ലാം അവർക്ക് സോൾഡ് ഔട്ട് ആവുന്നുണ്ടായിരുന്നു. ഈ കോളേജ് പിള്ളേരൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ടേ. പിന്നെ നമ്മൾ സെൽഫി വീഡിയോ എടുക്കണമല്ലോ, അങ്ങനെ വീഡിയോ കൂടെ പോയി ഏതൊക്കെ ചേച്ചിമാരൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്, ബാക്ക് സൈഡിൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റാ.